بسم الله الرحمن الرحيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SSF കുറ്റ്യാടി ഡിവിഷൻ സംഘടിപ്പിച്ച സാഹിത്യോത്സവ പരിപാടിയുടെ സമാപന പരിപാടിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച മുഴുവൻ പ്രവർത്തകർക്കും സഹായിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാം ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് സർവ്വരംഗത്തും അല്ലാഹു പുരോഗതി നൽകുകയും ചെയ്യുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം നടത്തുന്നില്ല. കുറച്ച് കാലമായി ഇവിടെ പലപ്പോഴും പല പരിപാടിക്കും ബഹുമാനപ്പെട്ട മൊയ്ദ് ഉസ്താദ് ക്ഷണിക്കാറുണ്ട്, അഹമ്മദ് മുസ്ലിയാർ ക്ഷണിക്കാറുണ്ട്, ഇവിടുത്തെ പ്രവർത്തകർ ക്ഷണിക്കാറുണ്ട്. വരാൻ സാധിക്കാറില്ല. വരാൻ സാധിക്കാത്തത് ഈ വേളം പെരുവേലിലുള്ള ആളുകളെ അവഗണിച്ചതുകൊണ്ടല്ല, നമുക്ക് പലരെയും പരിഗണിക്കുന്നതുകൊണ്ടാണ്. വെറും വേളം പരിപാടിയിൽ മാത്രം പരിഗണിച്ചാൽ പോരല്ലോ. പലരെയും നമ്മൾ പരിഗണിച്ചതുകൊണ്ടാണ് വേളം പെരുവയലിൽ ഇങ്ങനെ ഒരു നല്ല പള്ളിയും മദ്രസയും ഒക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടി നമുക്ക് സ്ഥാപിക്കാനും നിർമ്മിക്കാനും നടത്താനും സാധിച്ചത്. നമ്മൾ ആവരെയും അവഗണിക്കേണ്ടവരല്ല, മറിച്ച് എല്ലാവരെയും പരിഗണിക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലും ഖൈറും ബർക്കത്തും എല്ലാ നിലക്കും ഏറ്റിത്തരുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ നടത്തുന്നില്ല. കുട്ടികൾക്ക് ഉണ്ടാകുന്ന സാഹിത്യവാസനകൾ നല്ല വഴിയിലേക്ക് തിരിച്ചുവിട്ട് അത് അവരുടെ ഭാവി ജീവിതത്തിനും നമ്മുടെയും അവരുടെയും സമൂഹത്തിൻ്റെയും നന്മക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സാഹിത്യോത്സവ പരിപാടികൾ.
അതുകൊണ്ട് തന്നെ അത് നടക്കുന്ന സ്ഥലങ്ങളെല്ലാം അള്ളാഹു നല്ല ബർക്കത്ത് നൽകാറുണ്ട്. ആ പരിപാടികളിലൂടെ ധാരാളം പ്രതിഭകൾ വളരുകയും ഉയരുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. സുഹൃത്തുക്കളെ, ദിനേന നാം പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, കാണാൻ സാധിക്കുന്നത് സിറിയയിൽ മുസ്ലിം ഉമ്മത്തിന്, അവരുടെ ജീവന് വലിയ ഭീഷണി ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിരപരാധികളായ പിഞ്ചുമക്കൾ, അവിടെ യാതൊരു തെറ്റും ചെയ്യാത്ത പിഞ്ചുമക്കൾ കൊല്ലപ്പെട്ടതായി, മയ്യത്തിങ്ങനെ ആയി കടത്തിയത് നാം പത്രത്തിൽ കാണും. ഈജിപ്തിൻ്റെ വാർത്ത കാണുമ്പോൾ അധികാര കസേരയ്ക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, അഥവാ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിച്ച് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നത സൃഷ്ടിച്ച് രാഷ്ട്രത്തിൻ്റെ സമാധാനം കെടുത്താൻ പ്രവർത്തിച്ച ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ മുർസിയും അതിന് മുമ്പ് ഭരിച്ച ഹുസ്നി മുബാറക്കും അതുപോലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സൈന്യത്തലവനും ഒക്കെ ചിത്രത്തിൽ കാണുന്നു. പക്ഷേ ദിനേന മുസ്ലിമീങ്ങൾ അവിടെയും കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അതിനപ്പുറം നാം ഇറാനിലേക്ക് കണ്ണോടിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട എത്രയോ സുന്നി പണ്ഡിതന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, ഷിയാക്കൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറം നാം പത്രം കാണുമ്പോൾ ഇറാഖിൽ ദിനേന സ്ഫോടനങ്ങൾ നടക്കുന്നു. ധാരാളം മുസ്ലിമീങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു ചില പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മുജാഹിദിന്റെ പേരിലും സലഫിസ്റ്റിന്റെ പേരിലുമൊക്കെ പല സംഘടനകളും വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തി, അതും മുസ്ലിം സമുദായത്തിന് അതിൻ്റെ ദുഷ്പേര് ചുമത്തപ്പെടുന്ന വിധത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി നാം നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്ത് നാം കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്നു, നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് ഏതെല്ലാമോ വിധത്തിൽ സംഭവിക്കുന്നു. എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. എത്രയോ സ്ഥലങ്ങളിൽ മഹല്ല് കമ്മിറ്റികളിൽ ഭിന്നത, മഹല്ലുകളിൽ ഭിന്നത, മദ്രസ കമ്മിറ്റിയിൽ ഭിന്നത, അങ്ങനെ തുടങ്ങി പല സ്ഥലത്തും ഭിന്നതകൾ. അതിൻ്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് പരസ്പരം കത്തിയെടുക്കുന്നു, കല്ലെറിയുന്നു, ചിലപ്പോൾ മദ്രസ തകർക്കുന്നു, പള്ളി തകർക്കുന്നു. ഒന്നും വേറെ ആരും അല്ല, മുസ്ലിമീങ്ങൾ തന്നെ. ഈ നിലക്ക് വ്യാപകമായി ലോകം മുഴുക്കെ മുസ്ലിം ഉമ്മത്ത് ഫിത്നയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കടപ്പാടെന്താണ്? നമ്മുടെ കടപ്പാട് ഒരു ഫിത്നയിലും ഫസാദിലും പോയി കുടുങ്ങാതെ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹുവിൽ അർപ്പിച്ച് അവനെ അനുസരിച്ച് നമുക്ക് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ പഠിപ്പിച്ചു തന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളും സഹാബത്തും അവരെ പിന്തുടർന്നുകൊണ്ട് താബിഈങ്ങളും തബഉ താബിഈങ്ങളും അയിമ്മത്തും മുജ്തഹിദീങ്ങളും സാലിഹീങ്ങളും മഹാനായ ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ, അങ്ങനെ തുടങ്ങി അബുൽ ഹസൻ ഷാദിലി, ഇബ്രാഹിം അദ്ദസൂഖി, അഹ്മദുൽ ബദവി, ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു അസ്റാറഹും, അങ്ങനെ തുടങ്ങി പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങളും സാലിഹീങ്ങളും
ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും, ഇമാം അൽ ഹറമൈനി, ഇമാം ഗസാലി, ഇമാം നവവി, ഇമാം റാഫിഈ തുടങ്ങി കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ വിവരിച്ച അവർ പിൻതലമുറക്ക് എത്തിച്ചു കൊടുത്ത പരിശുദ്ധ ദീൻ, അതിൻ്റെ വിശ്വാസത്തിൽ ഒരൽപ്പവും തെറ്റിപ്പോകാതെ, അതിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് അല്പവും വ്യതിചലിച്ചു പോകാതെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ മുഖേന നമുക്ക് കിട്ടിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അത് മുറുകെ പിടിച്ച് നമ്മുടെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നുവെന്നും ആ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നും ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതുണ്ടെന്നും മനസ്സിൽ ഉറപ്പിച്ച് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കടപ്പാട്. പലരുടെയും ധാരണ ഈ ഉമ്മത്തിന്റെ പുരോഗതിയും ഈ ഉമ്മത്തിന്റെ പ്രധാന ലക്ഷ്യവും അധികാരമാണ് എന്നാണ്. ഒരിക്കലും അല്ല. അധികാരം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ലക്ഷത്തിലധികം അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചപ്പോൾ അധികാരം നൽകപ്പെട്ടവർ വളരെ ചുരുക്കം മാത്രമേ അമ്പിയാ മുർസലീങ്ങളിൽ ഉള്ളൂ. ഭരണം കൈയാളിയവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അമ്പിയാക്കളിൽപ്പെട്ട ബഹുഭൂരിപക്ഷവും ഭരണം ഇല്ലാത്തവരാണ്. അപ്പോൾ അല്ലാഹു തആല ഏറ്റവും ബഹുമാനിച്ച അമ്പിയാക്കളിൽ തന്നെ പലർക്കും അല്ലാഹു തആല ഭരണം കൊടുത്തിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വയസ്സോളം ജീവിച്ചു എങ്കിൽ 53 വയസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭരണം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഭരണമുണ്ടാവുക എന്നതല്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശവും ലക്ഷ്യവും നമ്മെ ശ്രദ്ധിച്ചതുകൊണ്ട്, മറിച്ച് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൽ ലയിച്ച ഹൃദയമുള്ള, അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു നല്ല സമൂഹം ഇവിടെ ഉണ്ടാകലാണ് ആവശ്യം. വാസ്തവത്തിൽ എന്ത് വാശിയാണ്! സുബ്ഹാനല്ലാഹ്, ഞാൻ ചേലക്കാട്ട് വെച്ച് ഇതിനു മുമ്പ് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്താനുണ്ടായ കാരണം അവിടുത്തെ പള്ളിക്കമ്മിറ്റിയിൽ രൂക്ഷമായ ഭിന്നത. ആ രൂക്ഷമായ ഭിന്നത ഉണ്ടായത് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയായ SYSന്റെ പ്രവർത്തകരുമായോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പ്രവർത്തിച്ച സംഘടനയായ SSFന്റെ പ്രവർത്തകന്മാരുമായോ അല്ല. എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. ഈ പ്രദേശത്ത് ഏകദേശം 31-32 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ സദസ്സിലുള്ള പലരും ജനിക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ നമ്മുടെ ഖാദി മൊയ്തു മുസ്ലിയാർ അവറുകളുടെ പിതാവ്, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, ഖുതുബ ഓതിയിരുന്ന കാലത്ത് ചെറിയൊരു മുതഅല്ലിമായി പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുമ്പോൾ ഇവിടെ റമളാനിൻ്റെ വെള്ളിയാഴ്ച വന്ന് ഉറുദി പറയാൻ വേണ്ടി കടിയങ്ങാട് വന്ന് എറിഞ്ഞ് അവിടുന്ന് നടന്ന് തോണി കടന്ന് ഇവിടെ വന്ന് ഉറുദി പറയാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ടുണ്ട്. ഉറുദി പറയാൻ വേണ്ടി വന്ന് വെറും ഉറുദി പറയാൻ വേണ്ടി മാത്രമല്ല, പിരിവെടുക്കാനും കൂടിയാണ്. ഉറുദി പറയാൻ വേറെയും പള്ളി കിട്ടും. പിരിവെടുക്കുന്നത് എന്തിനാണ്? എനിക്ക് വേണ്ടിയല്ല, എൻ്റെ നാട്ടിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാണ്. അക്കാലഘട്ടം മുതലേ ഈ പ്രദേശത്തുള്ളവർക്ക് വിനീതനായ എന്നെ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ SSF ആയിരുന്നു, പിന്നീട് SYS ആയതാണ് എന്നർത്ഥം. SSF ആയിരുന്ന കാലത്ത് എൻ്റെ താടിയിൽ ആദ്യം ശരിക്കും താടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ താടിയിൽ വെളുത്ത രോമൊറ്റ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ താടിയിലേക്ക് നോക്കിയാൽ, എൻ്റെ തലയിലേക്ക് നോക്കിയാൽ ഭൂരിപക്ഷം ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഏകദേശം ഒരു കേരള നിയമസഭ പോലെയാണ്. 1-2 ഭൂരിപക്ഷം ഉണ്ട്. അത് ഏതാണ് ഇന്ന് എല്ലാവരും അറ്റൻഡുണ്ടോ ഇല്ലേ എന്ന് തിരിയൂല. ആ രൂപത്തിൽ ഇപ്പോൾ താടിയും തലയുമൊക്കെ നരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനർത്ഥം
അപ്പൊ നമ്മുടെ സംഘടനയായ SSF, SYS ആ സംഘടനകളുടെ ആളുകളുമായിട്ടല്ല നമ്മുടെ ഈ തൊട്ടടുത്ത നാദാപുരത്തിനടുത്ത കക്കട്ടിനടുത്ത ചേലക്കാട്ട് ഭിന്നത ഉണ്ടായിരുന്നത്. വേറെ 2 സംഘടനകൾ തമ്മിലാണ്. ആ 2 സംഘടനകളും സുന്നികളുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന സംഘടനകളാണ്. അപ്പൊ നമ്മുടെ സംഘടനയുടെ ആളുകൾ എന്നോട് ഒന്ന് ചോദിച്ചു, ഞങ്ങൾ ഏത് പക്ഷത്താ ചേരേണ്ടത്? ഞാൻ നിങ്ങൾ 2 പക്ഷത്തും ചേരരുത്. എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ രണ്ടാളെയും മസലാത്താക്കാൻ നോക്കണമെന്നാണ്. നമ്മുടെ സംഘടനയിൽ പെടാത്ത 2 വിഭാഗത്തെയും മസലാത്താക്കണം. അതെങ്ങനെയോ ആക്കുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനവിടെ വന്നിട്ടൊരു മസലഹത്തിന് വേണ്ടി ഒരു പ്രസംഗം നടത്താം, നിങ്ങൾ സംഘടിപ്പിച്ച് തന്നാൽ മതിയാണ്. അങ്ങനെ അവിടെ പോയി നാം എന്തിന് ഭിന്നിക്കണം എന്ന പേരിൽ ഞാനൊരു പ്രസംഗം നടത്തി. അതിൻ്റെ CD, ആയിരക്കണക്കിന് CD സമൂഹത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഞാനത് പല നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കൊടുത്തവരുടെ പേരിപ്പോൾ പറയുന്നില്ല, കാരണം എല്ലാം തുറന്ന് പറയാൻ പാടില്ല. ആവശ്യമുള്ളതേ പറയാൻ പാടുള്ളൂ, ആവശ്യമില്ലാത്തത് പറയാൻ പാടില്ല. ചില ആൾക്കാരുണ്ട് ഉള്ളതെല്ലാം പറയണമെന്ന്. അങ്ങനെയില്ല, പറയുന്നതൊക്കെ ഉള്ളതാകണമെന്നേ ഉള്ളൂ, ഉള്ളതൊക്കെ പറയണമെന്നില്ല. അപ്പോൾ എനിക്ക് 2 കാതുണ്ട് എന്ന് എനിക്ക് പറയാം, കാതിനെ കുറിച്ച് പറയാം, കാത് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാം, 2 ഉള്ള തന്നെയാണ്. എന്നാൽ എനിക്ക് വേറെ ചില അവയവങ്ങളുണ്ട്, അതിലുള്ള തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, നിങ്ങളോട് അതിനെപ്പറ്റി പറയാനും പറ്റില്ല. ഉള്ളതൊക്കെ പറയണമെന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഒരാൾ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് നിന്റെ ബാപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേക്ക് ദേഷ്യം പിടിച്ച്. അതായത് എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? ഞാൻ ഉള്ള തന്നെയല്ല പറഞ്ഞ്. ശരി, ഉള്ളതെല്ലാം പറയാനുള്ളതാ. പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയേണ്ടവർ പറയേണ്ടത് പറയണം. അങ്ങനെയാണ്. ഉള്ളതൊക്കെ പറയാനുള്ളതല്ല. എന്നാൽ പിന്നെ ഇല്ലാത്തത് പറഞ്ഞാലോ? ഇല്ലാത്തത് പറഞ്ഞാൽ അത് വലിയ നാശമുണ്ടാക്കും. ഒരിക്കലും പറയാൻ പാടില്ല. ഇല്ലാത്തത് പറയുന്നവർ അവർ ഏറ്റവും വലിയ നാശമുണ്ടാക്കുന്ന കക്ഷികളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കളവ് പറയൂല. ശരിയായ വിശ്വാസമുള്ളവൻ കളവ് പറയൂല. അവർ കളവ് പറയുന്നുണ്ടെങ്കിൽ ഈമാനില്ല. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി വസ്ബത്തും മിൻകും, നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു ശുദ്ധമായ കളവ് പറഞ്ഞു ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച കക്ഷികൾ. ആ കക്ഷികൾ ആരാണ്? മുസ്ലിം ഉമ്മത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് സംസാരിക്കുകയും അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കാൻ ഉദ്ദേശിക്കുകയും നബി തങ്ങൾ കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അതിനെന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായി രംഗത്ത് വന്നു. എന്നിട്ട് ആരെയാ കുറ്റം പറഞ്ഞത്? നബി സല്ലല്ലാഹു നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന, നബിയോട് അടുത്ത് നിൽക്കുന്ന സ്വന്തം ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നബിയെ ചതിച്ചു എന്ന് ആരോപണം പറഞ്ഞു. ആരോപണത്തിന്റെ കോലം നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നബി സല്ലല്ലാഹു നിങ്ങളെ ചതിച്ചു എന്ന് വേറൊരുത്തം പറയാൻ കേട്ടുനോക്കിയാൽ തോന്നും നബിയോട് വല്ലാത്ത സ്നേഹമുള്ള ഒരാൾ നബിനെ ചതിക്കുന്ന ഒക്കെ അങ്ങനെ നോക്കി കണ്ടുപിടിച്ചിട്ട് ആളുകളോട് പറയുന്ന ഒരാൾ എന്ന് തോന്നും. അവന്റെ പേരാണ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ. അവനെന്തായിരുന്നു വിഷയം? അവന് വിഷയം ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്നതായിരുന്നു. ഈ സംഘടിത ശക്തിയെ, ഇസ്ലാം ഈമാനിന്റെ പേരിൽ സംഘടിച്ച മുസ്ലിമീങ്ങളെ ഒരു മഹത്വമേറിയ നേതൃത്വത്തിന് കീഴിൽ സംഘടിച്ച മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ അവൻ ചെയ്ത പണിയാണ് മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ, ആ പ്രസ്ഥാനത്തിന്റെ വക്താക്കളുടെ ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ ചതിച്ചു എന്ന് സഫ്വാനുമായി കൂട്ടുചേർന്നു, ചതിച്ചു എന്ന് പ്രചരണമുണ്ടാക്കി. അതിന്റെ പേരിൽ എത്ര ദിവസമാണ് മുസ്ലിം ഉമ്മത്ത് കണ്ണീരൊഴുക്കിയത്? അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ജാഊ ബിൽ ഉഫ്കി ഉസ്ബത്തും മിൻകും. ആ ശുദ്ധമായ നുണ പറഞ്ഞുണ്ടാക്കിയ വിഭാഗം അതൊരു സംഘമാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, അത് നിങ്ങൾക്ക് നാശമാണെന്ന് നിങ്ങൾ കരുതണ്ട. ബൽ ഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം, ആരെല്ലാം അത് ഏറ്റുപറഞ്ഞവരുണ്ടോ, ആരെല്ലാം അത് ഏറ്റുപിടിച്ചവരുണ്ടോ അവർക്കെല്ലാം അതിൻ്റെ തെറ്റ് ഉണ്ട്. ആര് പറഞ്ഞു ഒരാൾ പറയുന്ന ആരോപണം ഏറ്റുപിടിക്കാൻ?
വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അളീം. അതിന്റെ നേതൃത്വം നൽകിയവൻ ആരാണോ ആ നേതൃത്വം നൽകിയവന് ഭയാനകമായ ശിക്ഷയുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ സമീപനം എന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ നബിയുടെ പക്ഷം നിൽക്കുകയല്ല, നബി തങ്ങൾ പഠിപ്പിക്കുന്ന, നബി കൊണ്ടുവന്ന പ്രസ്ഥാനത്തെയും നബി തങ്ങളെയും തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കുതന്ത്രമാണ് തുരപ്പൻ പണി. ആ തുരപ്പൻ പണിയെടുക്കുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറഞ്ഞ് കൺഫ്യൂഷനാക്കാനുള്ള ശ്രമം നടത്തിയതാണ്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെ ഒരാള് ഒരു അംഗീകരിക്കപ്പെടുന്ന നേതൃത്വത്തിൽപ്പെട്ട അല്ലെ അംഗീകരിക്കപ്പെടുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് ഒരാരോപണം പറഞ്ഞാൽ ഏത് സമീപനമാണ് അനുയായികൾ സ്വീകരിക്കേണ്ടത്? ഖുർആൻ അവിടെ പഠിപ്പിച്ചു, ലൗലാ ഇദാ സമിഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ. എന്തേ ഈമാനുള്ള ജനങ്ങൾക്കും ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ ശരീരത്തെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചൂടെ? സ്വന്തം ശരീരം പോലെ തന്നെയല്ലേ തന്റെ കൂടെയുള്ളവനും? അപ്പൊ ആയിഷ ബീവിയെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചൂടെ? സഫ്വാൻ അള്ളാഹിനെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചൂടെ? ബടക്ക് വിചാരിക്കാൻ പോണോ? വഖാലു ഹദാ ഇഫ്കും മുബീൻ. പറഞ്ഞ് കേൾക്കുമ്പോ തന്നെ, പ്രഥമ ദൃഷ്ടിയ കേൾക്കുമ്പോ തന്നെ ഹദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായ ശുദ്ധ നുണയാണ് എന്ന് അതിന്റെ വിശദീകരണം ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ആ മഹദിയെ കുറിച്ചാണോ പറഞ്ഞത്, എന്നാൽ ശുദ്ധ കളവാണ് എന്നവർക്കങ്ങ് പറഞ്ഞൂടെ? കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞൂടെ? അല്ലാഹു തആല പറയാൻ ആ ഒരു സമീപന രീതിയാണ് ഒരു ശരിയായ ഭദ്രമായ ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കാണ്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്ത് രൂക്ഷമായ ഭിന്നത ഉണ്ടായ ആദ്യ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഒരു വലിയ ബാഗ് നിറയെ പുസ്തകവും പത്രക്കെട്ടൊക്കെ എടുത്ത് ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന കാലമാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു കെട്ടു എടുത്തേക്കോ പ്രസംഗിക്കാൻ വേണ്ടി പോകാൻ പേരോട് ഷാഫി മുക്കിൽ ബസ് കത്തിക്കുകയാണ്. അന്നത്തെ കാലത്ത് പ്രസംഗിക്കാൻ പോയാൽ പലപ്പോഴും ഭക്ഷണം കിട്ടൂല, പിന്നെ ബാക്കിയുള്ളത് പറയണ്ടല്ലോ, വെള്ളം കിട്ടൂല. അങ്ങനെ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പ്രസംഗിച്ച് പട്ടിണി കിടന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു തഖ്ദീർ ആയുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദും ഞാനും നമ്മുടെ നേതാക്കൾ പലരും പ്രവർത്തകരും പോകുന്നത് എനിക്കിപ്പോഴും പല സ്ഥലങ്ങളും ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ബസ് എത്തിക്കും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് നിങ്ങൾ അറിയില്ലേ എന്തേ എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ AP അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല, മുജാഹിദിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുവൈത്തിൽ പോയിട്ട് അവരുമായിട്ട് ഐക്യത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആള് ഐക്യം വേണോന്ന് പറയുന്ന ആളാ. ഉടനെ തന്നെ ആരുമായിട്ട് ശൂന്യല്ലാത്തവരുമായിട്ട് മതരംഗത്ത് ഐക്യം വേണോന്ന് പറയുന്ന ആളാ. അയാളാ എന്നോട് ചോദിക്കുന്നത്, ഇങ്ങനെ AP അബൂബക്കർ മുസ്ലിയാർ ഒപ്പിട്ടു എന്ന് മാധ്യമം പത്രത്തിലുണ്ട്, കരാറിന്റെ കോപ്പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ഇയാളോട് ചോദിച്ചു, അത് ശരി, അപ്പം എന്നാൽ പിന്നെ നാളെ മുതൽക്ക് ഇന്ന് മുതൽക്ക് ഇനി AP ഉസ്താദിനെ നിങ്ങൾക്കും അനുകൂലിക്കാമല്ലോ, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ആകെയുള്ള പ്രശ്നം ശൂന്യല്ലാത്തവരുമായിട്ട് ഐക്യത്തിലാകാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ നിങ്ങളെ പ്രശ്നം. അത് ഐക്യത്തിലാന്ന് ഉസ്താദ് പറഞ്ഞെങ്കിൽ ഇനി ഉസ്താദിൻ്റെ അനുകൂലികളായിട്ട് നിങ്ങൾക്കും നിന്നൂടെ എന്ന് ചോദിച്ചു ഞാൻ. ഇയാളൊരൊറ്റ പോക്ക, പിന്നെ വൈക്കുന്നില്ല. കാരണം സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന അനുയായികളുടെ ഹൃദയത്തിൽ നേതാക്കളെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുക എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലേ പ്രസ്ഥാനത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്ത കുതന്ത്രമാണ് എന്ന തിരിച്ചറിവാണ് എനിക്ക് ആ മറുപടി പറയാൻ പ്രചോദനം നൽകിയത്. പിന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പിന്നെ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുകയും ഉസ്താദിൻ്റെ അടുത്ത് തന്നെ പോയി വിഷയങ്ങൾ മനസ്സിലാക്കുകയും മറ്റു പല നിലക്കും വിഷയം മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണ പ്രസംഗങ്ങൾ ഒരുപാട് ഞാൻ തന്നെ ആ കാലഘട്ടത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കളവ് പറയുക എന്നത് അത് ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ആ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ ചെയ്യുന്ന പരിപാടിയാണ്. ഉദാഹരണത്തിന് നാദാപുരത്ത് കുറേ ദിവസം ഖണ്ഡന പ്രസംഗം നടന്നു, കുറേ കാലം നടന്നു.
അന്ന് എൻ്റെ കുറെ ക്ലിപ്പുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സ്റ്റേജിൽ വെച്ച് കേൾപ്പിച്ചു. എന്തിനാണ് അവരെ ക്ലിപ്പുകളൊക്കെ കേൾപ്പിച്ചത്? നമ്മുടെ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, എന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക. അതെന്തിനാ? അങ്ങനെ ഉണ്ടായാലല്ലേ ഞാൻ പറയുന്ന ആശയത്തിലേക്ക് ജനങ്ങൾ വരാതിരിക്കുള്ളൂ. അപ്പോഴല്ലേ ഈ പ്രസ്ഥാനം തകർക്കാൻ കഴിയുള്ളൂ. അതിനാണ് കുറെ ക്ലിപ്പ് വെച്ച് പ്രസംഗിച്ചു. ആദ്യം തന്നെ ക്ലിപ്പ് കൊണ്ടുവന്നത് നമ്മളല്ല, കൊണ്ടുവന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. പിന്നെ നമ്മൾ ക്ലിപ്പിനെ ക്ലിപ്പ് കൊണ്ട് നേരിടാന്നുള്ള നിലക്ക് നമ്മൾ തിരിച്ച് ക്ലിപ്പ് കൊണ്ടുവന്നതാ. നമ്മളാദ്യം ക്ലിപ്പ് വെച്ചതല്ല. ആദ്യമായിട്ട് ക്ലിപ്പ് വെച്ച് പ്രസംഗം നടത്തിയത് ഞാൻ തന്നെയാണ്. അത് ഇതിന്റെ മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ക്ലിപ്പ് ഇതിൽ കേൾക്കുമ്പോ, ചില വാചകം കേൾക്കുമ്പോ അതിൻ്റെ അത് പേരോട് പറഞ്ഞു തന്നെയല്ലേ. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ ക്ലിപ്പിന്റെ കോലം? ഒരു ക്ലിപ്പിന്റെ കോലം പറയാൻ ഞാൻ, എനിക്കെതിരെ വന്ന ഒരു ക്ലിപ്പ് പേരോട് വളരെ മോശമായ രൂപത്തിൽ തരം താഴ്ത്തി നിസ്സാരപ്പെടുത്തി സംസാരിച്ചു. എന്താ തെളിവ്? ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രസംഗത്തിൽ, ഉളുപ്പുണ്ടോന്ന് നിങ്ങൾ ചോദിച്ച് ഞാൻ വെച്ച് കേൾപ്പിക്കുമെന്ന്. വിവരത്തിയെന്നറിയോ? ഉളുപ്പുണ്ടോ എന്നുള്ളത് മാത്രം വെച്ചിട്ട് ഞാൻ വെച്ച് കേൾപ്പിക്കും, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾപ്പിക്കും എന്നുള്ളത് അങ്ങോട്ടോ ഇതായി കളഞ്ഞ്. എന്നിട്ട് ഉളുപ്പുണ്ടോ എന്ന് മാത്രം കേൾപ്പിച്ചു. അപ്പൊ ആൾക്കാർക്ക് തോന്നി ഞാൻ ഗൗരവത്തിൽ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാണ്. അങ്ങനെ നിങ്ങൾ ചോദിച്ച് ഞാൻ കേൾപ്പിക്കൂന്നാ പറഞ്ഞു. അതിന്റെ ശേഷമുള്ള അങ്ങോട്ട് കട്ടാണ്. ഇന്നും മുജാഹിദിന്റെ സീഡി നിങ്ങൾക്ക് കാണാം, അപ്പുറഭാഗം കട്ടാണ്. ഇങ്ങനെ കട്ടുമുറിച്ച് ക്ലിപ്പ് കേൾപ്പിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, കുതന്ത്രം പയറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പുറം മുറിക്കുക, ഇപ്പുറം മുറിക്കുക. അപ്പൊ സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഇതിന്റെ കുതന്ത്രങ്ങളൊന്നും അറിയാത്തവർക്ക് തെറ്റിദ്ധാരണകൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ബാദറൂ ബിൽ അഅമാലി ഫിതനൻ കഖതഇൽ ലൈലിൽ മുഗ്ദിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ യബീഉ റജുലു ദീനഹു മിന ദുനിയാ. ദുനിയാവിന് വേണ്ടി ദീൻ വിറ്റ് കളയുന്ന ഒരു കാലഘട്ടം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ദുനിയാവിന് വേണ്ടി ദീന് വിൽക്കും. അങ്ങനത്തെ ഒരു കാലം വരും. ദുനിയാവിൽ സ്ഥാനമാനം കിട്ടാൻ വേണ്ടി, ദുനിയാവിൽ ആളുകൾ ബഹുമാനിക്കാൻ വേണ്ടി, ദുനിയാവിൽ ആളുകൾ സ്ഥാനം കൊടുക്കാൻ വേണ്ടി, ദുനിയാവിൽ അധികാരം കിട്ടാൻ വേണ്ടി, ദുനിയാവിൽ പണം കിട്ടാൻ വേണ്ടി, അങ്ങനെ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിനല്ല, അതിനുവേണ്ടി അള്ളാഹുവിന്റെ ദീൻ വിറ്റുകളയുന്ന കാലം വരും. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം കിട്ടാൻ വേണ്ടി ദുനിയാവ് വിൽക്കുകയാണ്, ദുനിയാവിലെ സ്ഥാനം വലിച്ചെറിയുകയാണ്, ദുനിയാവിലെ പണം വലിച്ചെറിയുകയാണ്. സ്വർഗം കിട്ടാൻ വേണ്ടി ദുനിയാവിലുള്ള എന്തും ത്യജിക്കുകയാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. വജാദു ബിഅംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. ബദരീങ്ങൾ അങ്ങനെയാണ്, ഉഹദീങ്ങൾ അങ്ങനെയാണ്, മുൻഗാമികളൊക്കെ അങ്ങനെയാണ്. അവർ ദീന് മുറുകെ പിടിച്ച് സ്വർഗം കിട്ടാൻ വേണ്ടി ദുനിയാവ് കൈയൊഴിച്ചു. പകരം ദീന് വിറ്റ് ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടം വരും. അന്നത്തെ സ്വഭാവം ആള് മാറിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. രാവിലെ മുഅ്മിനായി മുഅ്മിനീങ്ങളെ കൂടെ നടന്നു, വൈകുന്നേരമാകുമ്പോ അപ്പുറത്തെ ചേരിയിൽ അവൻ കാഫിറായിപ്പോയി. വൈകുന്നേരം മുഅ്മിനായിരുന്നവൻ നേരത്തെ വെളുക്കുമ്പോഴേക്ക് കാഫിറായിപ്പോയി. ഇങ്ങനെ ഈമാൻ വിറ്റ് കളയുന്ന കാലഘട്ടം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൽക്കർമ്മം കൊണ്ട് അല്ലാഹുവിലേക്ക് ഉളരണം. വലിയ ഫിത്ന ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ. ഈമാൻ തെറ്റിക്കുന്ന, വിശ്വാസം തകർക്കുന്ന വലിയ ഫിത്നകൾ വരുന്നുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒരു ഫിത്നയിലും പെട്ടുപോകരുത്. ഏറ്റവും വലിയ ഫിത്നയാണ്
നമ്മളെ മുൻഗാമികളെ തള്ളിപ്പറയുന്ന ഫിത്ന. നിങ്ങൾ കണ്ടില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് റാഫിദത്ത് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് പിഴച്ചുപോയി എന്ന് റാഫിദത്ത് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമഅക്ക് 2 ബാങ്ക് കൊടുത്തുകൊണ്ട് പിഴച്ചുപോയി എന്ന് റാഫിദത്ത് പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് ഖവാരിജ് പറഞ്ഞു. അങ്ങനെ ഏറ്റവും വലിയ നേതാക്കളായ മഹാന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് സഹാബത്തിനെതിരെ പ്രസംഗം നടന്നു, അവർക്കെതിരെ രചന നടന്നു. അതിന്റെ ശേഷം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ കിതാബ് ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യൻ ഉസ്താദിനെ ചോദ്യം ചെയ്ത് ഉസ്താദിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. അവനാണ് മുഅ്തസിലത്തിന്റെ നേതാവ്. സുബ്ഹാനല്ലാഹ്. അവരെന്ത് ചെയ്തു? അവർ ആലിമീങ്ങളെ കൊന്നു. എത്രയോ ആലിമീങ്ങളെ കൊന്നു, ഒന്നും രണ്ടുമല്ല. കൂട്ടത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ നസ്റുൽ ഖുസായി റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടിക്കൊന്നു. തലവെട്ടിയപ്പോൾ ആ കയ്യിലെടുത്ത തല മറമാടുന്നത് വരെ ഖുർആൻ ഓതിക്കൊണ്ടേയിരുന്നു. ഈ കറാമത്ത് കണ്ടിട്ടും ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്നവർ വിശ്വസിച്ചില്ല. പടച്ചവൻ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തില്ലെങ്കിൽ ഒരു ഉത്ബോധനം കൊണ്ടും ഒരു കറാമത്ത് കൊണ്ടും ഒരു മുഅ്ജിസത്ത് കൊണ്ടും ഹിദായത്ത് കിട്ടൂല. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ തന്ന ഹിദായത്ത് നീ നിലനിർത്തി തരണം റഹ്മാനേ. സുഹൃത്തുക്കളെ, അങ്ങനെ ഏതൊക്കെ പാർട്ടി വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ചുകൊണ്ടൊരു കൂട്ടർ വന്നു. സുബ്ഹാനല്ലാഹ്, മനസ്സിൽ അലി ഇബ്നു അബീ ത്വാലിബിനോട് സ്നേഹമില്ല, ബഹുമാനമില്ല. പക്ഷെ എപ്പോൾ സംസാരിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പുകഴ്ത്തിയേ പറയൂ. ഉള്ളിൽ ഈ പ്രസ്ഥാനത്തോട് വിരോധമാണ്. അതിനെന്താ ചെയ്തത്? അവർ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അലി ഇബ്നു അബീ ത്വാലിബിനോട് സ്നേഹമില്ലെന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബിന് അലി ഇബ്നു അബീ ത്വാലിബിനോട് ബഹുമാനമില്ലെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അലി ഇബ്നു അബീ ത്വാലിബിനോട് ബഹുമാനമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ ആളാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ആ കൂട്ടർ പല ചേരികളായി രംഗത്ത് വന്നു. ആ ചേരിയിൽ ഏറ്റവും വലിയൊരു ചേരിയാണ് ഷിയാക്കൾ. വേണ്ടാത്ത ചർച്ച വലിച്ചിട്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഷിയാക്കൾ. ബഹുമാനപ്പെട്ട മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഉസ്താദ് എപ്പോഴും പറയും, നിങ്ങൾ ഷിയാക്കളെ തർക്കം കണ്ടോ? എന്തേ ഇപ്പോഴും തർക്കം? എന്താ തർക്കം? 1500 കൊല്ലം മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടത്, ഇന്ന് മുതൽക്ക് ആരാ ഭരിക്കേണ്ടതില്ല, പണ്ട് ആരായിരുന്നു ഭരിക്കേണ്ടതെന്ന് ഇപ്പോഴും ചർച്ച. എന്നിട്ട് മുസ്ലിം സമുദായത്തിലെ ഭിന്നിപ്പ്. അവിടെ എന്താ കാര്യം? ഇപ്പൊ ചിന്തിച്ചിട്ട് എന്താ കാര്യം? അപ്പോ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം ചില ചർച്ചകൾ. എന്നിട്ട് അവരെ വാദം എന്താ? ഞങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ആൾക്കാരാണെന്ന് വാദിക്കുക. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് അവർ അംഗീകരിക്കുന്നുണ്ട്? ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. ഒരു കൂട്ടർ അവിടുന്നും പോയി അലി ഇബ്നു അബീ ത്വാലിബ് ദൈവമാണ് എന്ന് പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദൈവമാണ്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞാൽ ഞാൻ തീ പൊള്ളിക്കൂന്ന്. നിങ്ങൾ തീ പൊള്ളിച്ചാലും ദൈവം തന്നെയാണ്. ഞാൻ ദൈവമല്ലടാ, അത് നിങ്ങൾ കള്ളത്തരം പറയാണ്, നിങ്ങൾ ദൈവം തന്നെയാണെന്ന്. ദൈവം കള്ളത്തരം പറയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ദൈവം തന്നെയാണ്, നിങ്ങൾ കള്ളത്തരം പറയാണ്. അലി റളിയല്ലാഹു അൻഹു തീ കൊണ്ടുവരാൻ പറഞ്ഞു, തീ കുറച്ച് പൊള്ളിച്ചു. ഇപ്പൊ ഇവരെന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ ദൈവം തന്നെയാന്ന് ഉറച്ചു തന്നെ. അതെന്താന്ന് ചോദിച്ചു. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തീ കൊണ്ട് തീയിനെ പടച്ച റബ്ബ് മാത്രമേ ശിക്ഷിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന റബ്ബ് എന്ന് ഉറച്ചിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തില്ലെങ്കിൽ അങ്ങനെയാണ്. ഇങ്ങനെ ഏതൊക്കെ കക്ഷികളാണ്. അതിന്റെ ശേഷം വന്ന മഹാന്മാരായ ഇമാമീങ്ങൾ, ആ ഇമാമീങ്ങളെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞു, അവരെ പേരിൽ കള്ളം പറഞ്ഞു, ഇമാം ബുഖാരി പറയാത്തത് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രത്തലവന് എതിരാണെന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ പൂർവകാല ഇമാമീങ്ങളെ സംബന്ധിച്ച്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി പഴയ കാലം മുതലേ പരിശ്രമങ്ങൾ തുടർന്നു.
അങ്ങനെ തുടർന്ന പരിശ്രമം നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ. 1920 കാലഘട്ടങ്ങളിൽ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെ അറബിയിൽ മാത്രം നിർവഹിച്ച ഖുതുബ, അതുപോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ മക്ക മദീനയിൽ നടക്കും പോലെ 20 റക്അത്ത് തറാവീഹ് മാത്രം നിസ്കരിച്ചപ്പോൾ ആ തറാവീഹ് പുരുഷന്മാരെ മാത്രം ജുമാക്കും ജമാഅത്തിനും വിളിച്ചപ്പോൾ ആ ഒരു രീതി നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന മൗലിദും റാത്തീബും, അതേ മരിച്ച വീട്ടിലെ പ്രാർത്ഥനയും ഭക്ഷണം കൊടുക്കലും തൽഖീൻ ചൊല്ലലും ഖുർആനോദലും, ഇങ്ങനെ തുടങ്ങി മുഴുവൻ വിഷയങ്ങളിലും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മളെ ചതിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, ഇമാമിങ്ങളെ കിതാബിനെതിരാണെന്ന്. ശുദ്ധമായ കള്ളം കിതാബിന്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ച്, ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ച്, ഹദീസിന്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ച് സാധാരണക്കാരെ മുമ്പിൽ എഴുതിയും കേൾപ്പിച്ചും മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അല്ലേ? അങ്ങനല്ലേ ഇവിടെ മുജാഹിദ് ഉണ്ടായത്? അങ്ങനല്ലേ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായത്? അങ്ങനല്ലേ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടായത്? എന്തെല്ലാം കോലത്തിലാ വന്നത്? ജമാഅത്ത് ഇസ്ലാമി വരുന്നത് ഇസ്ലാമിക ഭരണം വേണം. മുജാഹിദ് വരുന്നത് ഇതാ അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പറ്റൂ, അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പറ്റൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹനെ മാത്രം വിളിച്ചാൽ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ നിസ്കരിക്കില്ലേ? നിസ്കാരത്തിൽ അള്ളാഹനെ മാത്രം വിളിക്കുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ആരെയാ വിളിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചില്ലേ? സലാം പറഞ്ഞില്ലേ? അത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നില്ലേ? അവിടുന്ന് മറുപടി പറയുന്നില്ലേ? അപ്പോൾ അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പറ്റൂ, പിന്നെ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുമോ? പക്ഷേ അതിന് ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. ലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. സുബ്ഹാനല്ലാഹ്, മൗലവി ചേകനൂർ എഴുതിയില്ലേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിക്കുന്ന എല്ലാവരും മുശ്രിക്കീങ്ങളാണ്, ശിർക്ക് ചെയ്തവരാണ് എന്ന് അദ്ദേഹം എഴുതിയില്ലേ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറഞ്ഞു അയാൾ ഞാൻ ഖുർആനിന്റെ ആളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖുർആന്റെ വിരോധിയാണ്. സുബ്ഹാനല്ലാഹ്, സഹാബത്ത് ഖുർആന്റെ വിരോധി, മൂപ്പര് ഖുർആന്റെ ആള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭിന്നിപ്പുണ്ടാക്കുന്ന ഓരോ കക്ഷികളെ കുതന്ത്രം. ഖുർആനിന്റെ ആളായി രംഗത്ത് വന്നിട്ട് യഥാർത്ഥ ഖുർആൻ എന്താണെന്ന് വിവരിച്ചു കൊടുത്ത സഹാബത്തിനെയും ഇമാം ബുഖാരി അടക്കം തള്ളിപ്പറഞ്ഞു. അങ്ങനെയല്ലേ മൗലവി ചേകനൂർ വന്നത്? അങ്ങനെ തുടങ്ങി മുജാഹിദ് ഒരു ഭാഗത്ത് വന്നു, തബ്ലീഗ് ജമാഅത്ത് വന്ന് നല്ല രസമുള്ള വരുത്താ. തബ്ലീഗ് ജമാഅത്തിന്റെ വരവ് നല്ല രസമുള്ള വരവാ. എങ്ങനെ? നല്ല നീളക്കുപ്പായം, ജുബ്ബക്കുപ്പായം, നല്ല താടി, നല്ല തലയെക്കെട്ട്, ഏത് സാധാരണക്കാരും പെട്ടുപോകുന്ന സൈസ് വേഷം. അങ്ങനെയാണല്ലോ ആൾക്കാർ. ബോർഡല്ലേ നോക്കുക, ഒരു ഹോട്ടലിന്റെ ബോർഡ്, ഹോട്ടലിന്റെ ഗ്ലാസ് ഒക്കെ നോക്കുക, ഉള്ളിലെ ഭക്ഷണം തന്നെ എന്നുള്ളത് കാര്യമൊക്കെയല്ലേ മനസ്സിലാവുള്ളൂ, കഴിച്ചൊക്കെയല്ലേ തിരിയുള്ളൂ. ബോർഡല്ലേ ആൾക്കാർ. ഈ ഹോട്ടലിന്റെ ഭംഗി കണ്ടിട്ടില്ലേ? ഹോട്ടലിൽ അധികാരം കയറുക, നല്ല മോഡല്, ഒരു കുഴപ്പമില്ല, താടിയുണ്ട്, തലയെക്കെട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പറയുന്നത് ഉള്ളിലൊന്ന് പുറത്ത് വേറെ ഒന്ന്. ഉദാഹരണം പറയാ, വന്നിട്ടെന്താ പറയുന്നത്? മോനെ നിസ്കരിക്കണം, നിസ്കരിക്കാതെ നമ്മൾ എന്തിനു പറ്റും? അല്ലാഹ് 5 വഖത്ത് നിസ്കരിക്കണം. എന്ത് നല്ല വാക്ക്! കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു ഖവാരിജിനെ സംബന്ധിച്ച് ഹഖിന്റെ വാചക പറയുന്ന, പക്ഷെ ഉദ്ദേശം എന്താണ്? ബാത്തിലാണ്. ഉദ്ദേശം ബാത്തിലാണ്, പറയുന്ന വാചകം റെഡിയാണ്. അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളാണെന്ന് പറഞ്ഞ ഖവാരിജികളെ പറ്റി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. അവരെന്തേലും പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. വിധികർത്താവ് അള്ളാഹ് മാത്രമേ ഉള്ളൂ. തീരുമാനം അള്ളാഹ് പറയാൻ പറ്റുള്ളൂ. എന്തൊരു വാക്കുകൾ സാറില്ലേ? എന്തിനാ അരീബ് നബി താലിബ് അവരെന്ന് പറയാനാ? അതിനാണ്. ഇതുപോലെ നിസ്കരിക്കണേ, ഇത് കേട്ടാ എന്ത് രസമുണ്ട്. ഞാൻ എൻ്റെ ഒരുപാട് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിപ്പിക്കലാണോ തബ്ലീഗ് ജമാഅത്തിന്റെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു തലശ്ശേരിയിലേക്ക്. ദൂരമൊന്നും വേണ്ട, കുറ്റിയാടിൽ നിന്ന് ഒരുപാട് ബസ്സുണ്ട് തലശ്ശേരി. തലശ്ശേരിയിൽ നിങ്ങൾ പോവാ, പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു വലിയ പള്ളിയുണ്ട്, സ്റ്റേഡിയം പള്ളി. ആ പള്ളി ഭരിക്കുന്നത് തബ്ലീഗ് ജമാഅത്തുകാരാണ്. ആ പള്ളിയിൽ അതിന്റെ പരിസരത്ത് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുക. വെള്ളിയാഴ്ച ഉച്ചക്ക് പോണ്ട, ജുമാ ഇല്ലാണ്ടായി പോകും. അന്വേഷിക്കുക, ഇവിടുത്തെ ജുമാക്ക് എങ്ങനെയാണ് ഖുതുബ എന്ന് ചോദിക്കുക. തബ്ലീഗുകാർ നടത്തുന്ന പള്ളിയാണ്.
എങ്ങനെ ഖുത്ബാന്നിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മറുപടി കിട്ടും, പച്ച മലയാളത്തിലാണ്. മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടൊരു ജുമാ. ഏതാ കമ്പനി? തബ്ലീഗ് ജമാഅത്ത്. ഞാൻ ചോദിക്കട്ടെ, സുന്നത്ത് ജമാഅത്തുള്ളപ്പോ പിന്നെന്തിനൊരു തബ്ലീഗ് ജമാഅത്ത്? സുന്നത്ത് ജമാഅത്തിന് ഒരു പ്രസ്ഥാനമുള്ളപ്പോ പിന്നെന്തിനൊരു തബ്ലീഗ് ജമാഅത്തിന് വേറൊരു പ്രസ്ഥാനം? അതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ മുജാഹിദ് കുറേ പാർട്ടിയായിട്ട് പിരിഞ്ഞ് നമ്മളെ പറ്റി അവർ പറഞ്ഞ് ഖബറിന്റെ അടുത്ത് പോകുന്നതുകൊണ്ട് കുബൂരികളാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ അതാ മുജാഹിദ് എന്തെല്ലാം ഉള്ളത്, നമുക്ക് കുബൂരിന്ന് പേരിട്ട്. മുജാഹിദ് പിന്നെ എന്താ ഉള്ളത്? കുറച്ച് ദിവസം കഴിഞ്ഞിരിക്കുമ്പോ മടവൂരി, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജിന്നൂരി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ പീസൂരി, ഇങ്ങനെ ഊരിയും കൊണ്ടൊരു കളി. ഇങ്ങനെ 5-10 ഗ്രൂപ്പായി മുജാഹിദുകൾ വട്ടം കറങ്ങാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ മുജാഹിദ് അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി പ്രസംഗിക്കുമ്പോ എടമുട്ടത്തും അതുപോലെ കാസർഗോഡ് ഒക്കെ എന്നോട് വാദപ്രതിവാദത്തിന് വന്ന 2-3 മൗലവിമാര്, അതിൽ ഒരു മൗലവി അന്നെന്നെ നേരിടാൻ വേണ്ടി വന്ന ഒരു മൗലവി മറ്റേ മൗലവിയെ കുറിച്ച് പറയുന്ന ഇയാൾ മുശരിക്കാണ്. അപ്പൊ ആ മൗലവി പറയുന്നത് എന്നെ കാണാൻ മുമ്പേ നീ മുശരിക്കാണ്. അപ്പൊ രണ്ടാളും കൂടി പറഞ്ഞു മറ്റോൻ എന്തായാലും കാഫറാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി മുശരിക്കാക്കി കൊണ്ടിരിക്കുകയാണ്. എന്തിന് കാഫറാക്കണം എന്നെന്റെ CD-യിൽ ഞാൻ അതിന്റെ ഓരോ ക്ലിപ്പുകൾ വെച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമുക്കൊരു CD ഇറങ്ങാനുണ്ട്. ഒരു 5 ദിവസത്തെ പ്രസംഗം, കുറ്റ്യാടിയിലെ ഒരു 3-4 മാസം മുമ്പ് നമ്മൾ നടത്തിയ പ്രസംഗം. അതിൽ ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും അതിന്റെ വിരോധികളുടെ കുതന്ത്രങ്ങളും അവരുടെ തെറ്റായ ആശയങ്ങളും ശക്തമായി വിമർശിച്ചുകൊണ്ട് കുറ്റ്യാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗം എന്റെ CD ഇറങ്ങിയിട്ടില്ലേ, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത് ഇറങ്ങും. അപ്പോഴെല്ലാവരും അത് വാങ്ങി കേട്ടു നോക്കണം. അറിയാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളൊക്കെ വ്യക്തമായി ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ഈ മുജാഹിദ് പൊട്ടിപ്പിളർന്നിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാത്ത കുറെ മുജാഹിദീങ്ങളുണ്ട്. അവർ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരാകാം, അഭ്യസ്ത വിദ്യരാകാം, പണക്കാരാകാം. അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തബ്ലീഗ് ജമാഅത്തിലേക്കാണ്. കാരണം തബ്ലീഗ് ജമാഅത്തിന് എന്താണ്, ഔലിയാക്കൾ അമ്പിയാക്കളെ വിളിക്കാൻ പറ്റൂല എന്നുള്ള ആ ആശയത്തിൽ അവരുണ്ട്. പിന്നെ അതിന്റെ പുറമെ ഖുത്ബ വിരാശപ്പെടുത്തുന്നതിനും അവരനുകൂലമുണ്ട്. പിന്നെ സുന്നി ആലിമീങ്ങളെ കുറ്റം പറയുന്നതിനും അവരനുകൂലമുണ്ട്. പിന്നെ എന്താ, പിന്നെ കുറഞ്ഞ വിഷയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ തമ്മ് കാഫറാക്കി പ്രഖ്യാപിച്ചിട്ട് കുഴപ്പമുണ്ടാക്കുന്ന ഈ മൗലവിമാരെ വിട്ടിട്ട് തബ്ലീഗിലേക്ക് പോകാണ് മുജാഹിദീങ്ങൾ. എനിക്ക് സുന്നികളോട് പറയാനുള്ളത്, അതുകൊണ്ട് നിങ്ങളാരും തബ്ലീഗിൽ പോയിക്കൊണ്ടാ, അതല്ല സാധനം ഒന്നു തന്നെയാണ്. പണ്ട് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നൂറുല്ലാഹി മഖ്ദൂം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഒരു ചങ്ങായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തു, എൻ്റെ പുതപ്പും എൻ്റെ വിരിപ്പും എൻ്റെ ഉടുപ്പും കാണുന്നില്ല. അപ്പോൾ കേസ് കൊടുത്ത് അവസാനം സാധനം പിടിച്ച് കൊണ്ടുവന്ന്. അപ്പൊ ഇയാളോട് ചോദിച്ചു, എത്ര സാധനം കാണാണ്ടായിരുന്നു? ചൊറ്റൊന്നാൻ തന്നെ. നിങ്ങളതിൻ്റെ വിരിപ്പും എൻ്റെ ഉടുപ്പും എൻ്റെ പുതപ്പും കാണില്ല. അതെ, ഞാൻ ഉടുക്കലും ഉണ്ട്, പുതക്കലും ഉണ്ട്, വിരിക്കലും ഉണ്ട്. ഇതുപോലെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് നമ്മുടെ സംഗതിയെല്ലാം അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. ഇത് അതുപോലെ ഏകദേശം ഒന്ന് തന്നെ സാധനം. നിങ്ങളത് ചെന്ന് നോക്ക്, വേഗം മനസ്സിലാവില്ല. ആയത്ത് ഹദീസ് ഒന്നും ഓതണ്ട, ഒരു ബുക്കും വായിക്കണ്ട. തലശ്ശേരി സ്റ്റേഡിയം പള്ളി ചെന്നു, പച്ച മലയാളത്തിലല്ലേ അവിടെ ജുമാ നടത്തുന്നത്. മലയാളത്തിൽ ഖുതുബ ഓതിയിട്ട് ജുമാ നടത്തി എന്താ സംഭവിക്കുക? ജുമാ ബാത്തിലാവും. നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു നിസ്കാരം ജുമാ.